ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യാവ് സ്പീക്സ് ബൈ കവി. എല്ലാവർക്കും സുഖമല്ലേ? പഴയ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നോ? അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയത് എന്ന് പറഞ്ഞാൽ അത്ര ഫ്രഷ് ടോപ്പിക് ഒന്നുമല്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തെ കൺട്രീസിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് തിരിച്ചു വരാത്തത്? അവർ ഒരുപാട് പ്രാരാബ്ധമർച്ചിലൊക്കെ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടല്ലേ? പക്ഷെ എന്തുകൊണ്ടായിരിക്കും എന്നിട്ടും അവർ തിരിച്ചു വരാത്തത്? അതിനുള്ള കുറച്ച് കാരണങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങൾക്ക് കുറച്ച് കാരണങ്ങൾ തോന്നിയിട്ടുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യത്തെ ടോപ്പിക് ഞങ്ങൾക്ക് തോന്നിയത് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ്. അതിപ്പോ ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്റെ കാര്യം എടുത്താലും, പിന്നെ അതുപോലെ തന്നെ റോഡ്, അല്ലെങ്കിൽ വണ്ടികളുടെ കാര്യം, അതല്ലെങ്കിൽ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്ലെൻലിനെസ്, പിന്നെ ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പുറത്താണ് കുറച്ചുകൂടെ ബെറ്റർ നാട്ടിലേക്കാളും. അപ്പൊ ആ ഒരു കാരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, അതിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് തിരിച്ചു വന്ന് സെറ്റിൽ ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതെല്ലാം നമുക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം ഇവിടെ കുറച്ച് കോമൺ ആയിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനേക്കാൾ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും എബ്രോഡ്, ലൈക്ക് യൂറോപ്പ്, UK, US, കാനഡ, അങ്ങനത്തെ സ്ഥലങ്ങൾ. അപ്പൊ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അത് ശീലിച്ചു കഴിഞ്ഞിട്ട്, കുറെ നാൾ അവിടെ നിന്ന് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വന്നാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതൊക്കെ പേടിച്ചിട്ടാവാം ചിലപ്പോ ആൾക്കാർ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് വരാത്തേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം അവിടുത്തെ എഡ്യൂക്കേഷൻസും ഓപ്പർച്യൂണിറ്റീസും. ലൈക്ക് ഇവിടെ നാട്ടില് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണ്. നമ്മളിപ്പോ ഒരു സാധനം പഠിച്ചാൽ അതിന് ജോലി കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കിട്ടുന്നതാണെങ്കിൽ ഇപ്പൊ സാലറി സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ നാട്ടിൽ കുറച്ച് കുറവാണ് സാലറി സ്കെയിൽ. പക്ഷെ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ജോലി. ഇനി കിട്ടിയ തന്നെ അതിപ്പോ നമ്മുടെ ഫീൽഡിൽ കിട്ടാത്ത ആൾക്ക് പോലും വേറൊരു ഫീൽഡിൽ ജോലി ചെയ്താൽ പോലും അതിനെല്ലാം ഒരു മിനിമം വേജ് ഉണ്ട്. നമുക്ക് ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മിനിമം വേജ് ഗവൺമെന്റ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു റേഞ്ച് ആണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ എന്ത് പണിയെടുക്കാം, അപ്പൊ അതൊന്നും അവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ വന്നാൽ. അപ്പൊ അതൊക്കെ പേടിച്ചിട്ടാവാം ചിലപ്പം എന്റെ ഫീൽഡ് ഞാൻ പഠിച്ചതിൽ എനിക്ക് അവിടെ ജോലി കിട്ടുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടുത്തെ ജോലി കളഞ്ഞ് അവിടേക്ക് വരാൻ, തിരിച്ചു വന്ന് സെറ്റിൽ ആവാൻ വേണ്ടി ശ്രമിക്കാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ആയാലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ പഠിച്ച എഡ്യൂക്കേഷൻ വേൾഡ് വൈഡ് നമുക്ക് എല്ലാവരും വാലിഡ് ആക്കി കാണണമെന്നില്ല. പക്ഷെ അവിടെ കാനഡയിലും അല്ലെങ്കിൽ UK-യിലും US-ലൊക്കെ നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ആൾക്കാണെങ്കിൽ അത് കുറച്ചും കൂടെ വേൾഡ് വൈഡ് റെക്കഗ്നീഷൻ ഉള്ള ഡിഗ്രി ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡിഗ്രി പഠിച്ചിട്ട് അതിന് ഡിസർവിംഗ് ആയിട്ടുള്ള സാലറി എക്സ്പെക്ട് ചെയ്യുന്നവരായിരിക്കും എല്ലാവരും കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. അപ്പം ആ ഒരു ഡിസർവ് ചെയ്യുന്ന സാലറി കിട്ടാത്ത കാരണം കൊണ്ടും ആവാം അവര് ചിലപ്പം ഇവിടേക്ക് മൂവ് ചെയ്യാത്തത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ നമുക്കൊരു മിനിമം, നമുക്കൊരു ആഴ്ചയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്, 40 hours. ഇനി അതിനും കൂടുതൽ നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഓവർ ടൈം പേയ്മെന്റ്, എക്സ്ട്രാ പേയ്മെന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് സ്കെഡ്യൂൾ ആണ്. നിങ്ങൾ ഒരു 8 മണിക്കൂറാണ് പണിയെടുക്കുന്ന ദിവസം എന്ന് വെച്ചാൽ 8 മണിക്കൂറാണ് പണിയെടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു 2 ദിവസം ലീവ് കിട്ടും. നാട്ടില് അത്രയും വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം ഞാൻ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു ടോക്സിക് വർക്ക് കൾച്ചർ ആണ് കുറച്ചും കൂടെ ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ കുറെ നേരം കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഗ്ലോറിഫൈ ചെയ്യുക, അത് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനാണ് എഫക്ട് ചെയ്യണത്. വെച്ചാൽ നമ്മൾ ലൈഫല്ല വർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ ആ സമയത്ത്. എന്ന് വെച്ചാൽ വർക്കിന് ലൈഫിൽ മൊത്തം ഭൂരിഭാഗം ശതമാനം സമയവും നമ്മൾ വർക്കിന് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു രീതിയിൽ കാനഡയില് കുറച്ചും കൂടെ, അല്ലെങ്കിൽ അങ്ങനത്തെ അബ്രോഡ് ആയിട്ടുള്ള കൺട്രീസിൽ അങ്ങനത്തെ വർക്ക് ലൈഫ് ബാലൻസ് ഉള്ളതുകൊണ്ട് ഇപ്പം ഒരു ഫാമിലി താമസിക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് ഫാമിലിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് വേണം. അപ്പം ആ രീതിയിൽ ഉള്ള ഒരു ആള്, അത്രയും ഫാമിലി ഓറിയന്റഡ് ആയ ഒരാൾക്ക് ചിലപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഇതിനോട് അക്കോമഡേറ്റ് ആവാൻ. ഇങ്ങനെ കുറച്ചും കൂടെ ഓവർ ടൈം അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ് ആണ് ഓഫ് കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലും ചിലപ്പോൾ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം അവര് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാത്തത്. ഉള്ളത് കുറച്ച് കഴിയുമ്പോൾ ഈ ഫാമിലി ഒക്കെ ആയി കഴിയുമ്പോൾ കുട്ടികൾ ഇവിടെ പഠിക്കാൻ തുടങ്ങും. പിന്നെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ, അതിനൊക്കെ ആയിരിക്കും പാരന്റ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ കുറെ പേര് പറയില്ലേ 10 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നവരായിരിക്കും പലരും നാടിനോടുള്ള ഇഷ്ടം കൊണ്ട്. പക്ഷെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ കുട്ടികൾ ചിലപ്പോൾ പറയും അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ, അവർക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ പാരന്റ്സും പിന്നെ ഇവിടെ നിന്ന് പോവാണ്. പിന്നെ എന്താണെന്ന് വെച്ചാല് കാനഡയിൽ അല്ലെങ്കിൽ യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളിൽ കുറച്ചും കൂടെ സാലറി കൂടുതൽ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ. നമുക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിലാണ് നമുക്ക് പീസ്ഫുള്ളി ഉറങ്ങാൻ പറ്റുള്ളൂ, എന്താവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും പൈസ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് പുറത്തുള്ള കൺട്രീസ് തന്നെയാണ്. അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അത്രയും പൈസ അവർക്ക് മന്ത്ലി കിട്ടില്ല, അപ്പൊ അത്രയും സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് മൂവ് ചെയ്യാത്ത ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കും. കുറെ നാള് നമ്മൾ പുറത്ത് നിന്ന് കഴിയുമ്പോൾ
നമ്മള് നമ്മളുടെ നമുക്കൊരു നാട്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും. പക്ഷെ വർഷങ്ങൾ കഴിയുന്നതോറും എല്ലാത്തിനും മാറ്റം വരും. നമ്മൾ അവിടെ പോകുമ്പോൾ എല്ലാവർക്കും പ്രായമാവാണ്, അല്ലെങ്കിൽ എല്ലാവരും വളരെയാണ്. അപ്പം ചിലപ്പോൾ ഇവരും മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, വേറെ കൺട്രിക്ക് പോയിട്ടുണ്ടാവും, ഈ ഫ്രണ്ട്സ് ആയാലും. അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് തന്നെ കുറെ അകലേക്ക് താമസം മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരും ലൈഫിൽ ബിസി ആയിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ പഴയ കംഫർട്ട് സോൺ കിട്ടണമെന്നില്ല. അപ്പൊ എന്താ വെച്ചാല് ഇവിടെ വരുമ്പോ നമുക്ക് ആ ഒരു നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് തിരിച്ചു വരുമ്പോൾ ആ പഴയ ഇത് കിട്ടണം എന്നായിരിക്കും. പക്ഷെ ചിലപ്പോൾ അത് കിട്ടില്ല. അപ്പൊ ആ ഒരു കിട്ടില്ല എന്നുള്ള പേടി ഉണ്ടായിരിക്കാം. നമ്മളറിയാത്ത ആൾക്കാരുടെ കൂടെ നാട്ടിൽ ജീവിക്കുന്നത് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. അപ്പൊ ആ ഒരു കാരണം കൊണ്ടും ചിലപ്പോ ആൾക്കാര് മടിച്ചു നിൽക്കുന്നുണ്ടാവും തിരിച്ച് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പുറത്തുള്ള കൺട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആണ്, ഇങ്ങനെ പ്രൈവസിയുടെ കാര്യത്തിലായാലും ഫ്രീഡത്തിന്റെ കാര്യത്തിലായാലും. അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ളത് ഇടുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ ഇവര് അധികം ജഡ്ജ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോ നാട്ടിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാല് നാട്ടിലെ ആൾക്കാര് എന്താണ് പറയാ, അല്ലെങ്കിൽ അവര് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു പേഴ്സണലി നമുക്കൊരു ഹേർട്ട് ആവോ, അങ്ങനത്തെ ഒക്കെ പേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ ഇവിടെ ഇട്ടുകൊണ്ട് നടക്കുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നാട്ടിൽ ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇവിടെ കുറെ നാൾ ജീവിച്ചു കഴിഞ്ഞാലത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ സ്വന്തം കാര്യത്തിനോട് കൂടുതലായിട്ട് ഇൻക്ലൂസീവ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വേറൊരാൾ വന്ന് നമ്മുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെടുന്നത് നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അതുപോലെ നമുക്ക് നമ്മൾ വേറെ ആളുടെ കാര്യത്തിൽ ഇടപെടാനും പോവില്ല. അപ്പൊ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഒരു കൾച്ചറൽ എന്താ പറയാ റിവേഴ്സ് കൾച്ചർ എന്നാണ് പറയാ. എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു പോയിട്ട് അവിടുത്തെ കൾച്ചറായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാര്യത്തിൽ ഇടപെടുക, അല്ലെങ്കിൽ നമ്മളെ ബോഡി ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ ബോഡി ഷെയിം ആയിട്ടായിരിക്കില്ല അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ, ഒരു ഓക്വേർഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടും വെറുതെ എന്തിനാ അവിടെ പോയിട്ട് ഇതൊക്കെ സഹിക്കണേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പിന്നെ അബ്രോഡ് താമസിക്കാൻ വെച്ചപ്പോൾ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് അല്ല, ബാക്കി ഇങ്ങനെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടും കുറച്ച് നാൾ കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ലിറ്ററലി ഇവിടുത്തെ ഒരു സിറ്റിസന്റെ നമുക്ക് ആ ഒരു ഗ്രാൻഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അവരുടെ പാസ്പോർട്ടാണ്. അപ്പൊ ചില ആൾക്കാർക്കൊക്കെ ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന പാസ്പോർട്ട് ഇപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള പാസ്പോർട്ട് ആണെങ്കിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു കൺട്രിക്ക് ട്രാവൽ ചെയ്യണം, അപ്പൊ നമുക്ക് ആ വിസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. ചില കൺട്രീസിലേക്ക് വിസ വേണ്ട, അങ്ങനത്തെ ഒക്കെ എളുപ്പമുള്ളതുകൊണ്ട് ചിലവർ അങ്ങനെ ചൂസ് ചെയ്യുന്നവരുണ്ട് അബ്രോഡ് പോവാന്നുള്ളത്. പിന്നെ ചില ആൾക്കാരെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ വീടൊക്കെ വാങ്ങിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് വേറെ പ്രോപ്പർട്ടീസോ ബിസിനസ് ഒക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇട്ടിട്ട് നാട്ടിലോട്ട് തിരിച്ചു പോരുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം വീടൊക്കെ നല്ല കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ അത്രയും വർഷം ആ വീട് അവിടെ 25-30 വർഷം ആ വീടിന്റെ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് അങ്ങനെയുള്ളവർക്ക് അത് വിറ്റിട്ട് വരിക എന്നുള്ളത് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും തിരിച്ചു വരാന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ചും കൂടെ സേഫ്റ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ എന്റെ എക്സ്പീരിയൻസ് ലൈക്ക് ഗേൾസിന്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ, ബോയ്സിന്റെ കാര്യം എനിക്കറിയില്ല, ഗേൾസിന്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു പെൺകുട്ടിക്ക് കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് താമസിക്കാനുള്ള ഒരു കംഫർട്ട് കിട്ടുന്നത് ഈ വെസ്റ്റേൺ കൺട്രീസിലാണ്. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ഉടുപ്പ് വേണമെങ്കിലും ഇടാം, നിങ്ങൾക്ക് രാത്രി ഏത് സമയത്ത് വേണമെങ്കിലും പുറത്തിറങ്ങി നടക്കാം. കാരണം ആ ഒരു റിസ്ക് എലമെന്റ് നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. അപ്പൊ അങ്ങനെ ശീലിച്ച ഒരാള് പെട്ടെന്ന് നാട്ടിലോട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അവരുടെ സേഫ്റ്റീനെ ഇപ്പൊ ഒരു നാട്ടിലൊരു രാത്രി പുറത്തു പോകുമ്പോൾ നമുക്ക് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഒരു ഗേൾ എന്ന നിലയ്ക്ക്. അപ്പം ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനെ ജീവിക്കാൻ അത്രയും സുഖത്തിൽ ജീവിക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ വരിക, അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുറെ പേര് റിക്രിയേഷണൽ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കാരണം ഇവിടെ കുറെ കാര്യങ്ങൾ ലീഗലാണ്, നാട്ടിലെ ലീഗൽ അല്ലാത്ത കാര്യങ്ങൾ ലൈക്ക് സ്മോക്കിംഗ് ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളായാലും. അപ്പൊ വെച്ചാൽ അത് യൂസ് ചെയ്യുന്ന ഇവിടെ ലീഗലൈസ്ഡ് ആയിട്ട് നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവര് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം അവിടെ ഇല്ലീഗൽ ആയതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരാൾ ചിലപ്പം ചിന്തിക്കും, ഓക്കെ അത്രയും കഷ്ടപ്പെട്ട് അവിടെ പോകണോ എന്നുള്ളത് ചിന്തിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു കാരണവും ഉണ്ടാവാം. അതൊക്കെ ഒരു ചെറിയ കാരണങ്ങളാണ്. പക്ഷെ ഒരു റീസൺ എന്ന നിലയിൽ നമുക്ക് ഇതും പറയാം, ഇങ്ങനത്തെ കാരണം കൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ അവര് മൂവ് ചെയ്യാത്തത് എന്നുള്ളത്. പറഞ്ഞാൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ ഗിൽറ്റി ആണ് നമുക്ക് ഫീൽ ചെയ്യാൻ. നമ്മൾ ഒരുപാട് നാള് നാട്ടിൽ ജീവിച്ച് അവിടുത്തെ നമ്മളുടെ കൾച്ചർ അതാണ്, നമ്മുടെ നാടാണ് നമ്മൾ. അപ്പൊ നമ്മൾ അങ്ങനെ ജീവിച്ചിട്ട് പിന്നെ തിരിച്ചു ഒരു വേറൊരു കൺട്രിയിൽ പോയിട്ട് നമ്മൾ അവിടെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും എന്താ വിചാരിക്കണെന്ന് വെച്ചാൽ നമ്മുടെ കംഫർട്ട് സോൺ നാടാണ്, നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകണം, അങ്ങനത്തെ ഒരു ചിന്തയാണ് ഉണ്ടാവുക. ആ ചിന്തയാണ് ഒരുപാട് എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്ന കാര്യം ഉള്ളിൽ നിന്ന്. നാടിന് അത്ര ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ തിരിച്ചു പോകും, അല്ലാത്തവർ ഈ റിയാലിറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ഈ ഒരു പ്രയോറിറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് മാത്രം ചിലപ്പോൾ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യും. ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്ത് ബാക്കി വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ശരി, ബൈ.